ടെക് വാർത്തകൾ. സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമായുള്ള AI സ്റ്റാർട്ടപ്പായ ഗലീലിയോയിൽ പ്രേംജി ഇൻവെസ്റ്റ്മെൻറ്റ് $15 ദശലക്ഷം നിക്ഷേപിക്കും. സീരീസ് B റൗണ്ട് ഫണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നിക്ഷേപം. വിപ്രോ ചെയർമാൻ അസീം പ്രേംജിയുടെ നിക്ഷേപ വിഭാഗമായ പ്രേംജി ഇൻവെസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാർട്ടപ്പ് ഗലീലിയോയിൽ $15 മില്യൺ നിക്ഷേപിച്ചേക്കും. നിക്ഷേപം സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമായ ഗലീലിയോയുടെ സീരീസ് B റൗണ്ട് ഫണ്ടിങ്ങിന്റെ ഭാഗമായിരിക്കും. AI സ്റ്റാർട്ടപ്പ് 2022 നവംബറിൽ സീരീസ് A റൗണ്ടിൽ നിക്ഷേപകരിൽ നിന്ന് $18 മില്യൺ സമാഹരിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. ഡാറ്റാ പ്രശ്നങ്ങൾ തിരിച്ചറിയാനും പരിഹരിക്കാനും ഗലീലിയോ പ്ലാറ്റ്ഫോം ഡാറ്റാ സയന്റിസ്റ്റുകളെയും മെഷീൻ ലേണിംഗ് എഞ്ചിനീയർമാരെയും സഹായിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മഹാരാഷ്ട്രയിലെ അദാനി ചിപ്പ് പ്ലാന്റിന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അനുമതി. കേന്ദ്രത്തിൻ്റെ ക്ലിയറൻസ് കൂടി ലഭിച്ചാൽ 10 ബില്യൺ പ്ലാന്റിൻ്റെ നിർമ്മാണം തുടങ്ങും. അസംബ്ലി തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ അധ്യക്ഷനായ മഹാരാഷ്ട്ര മന്ത്രിസഭയുടെ വ്യവസായ ഉപസമിതി ഇസ്രായേലിന്റെ ടവർ സെമി കണ്ടക്ടറും അദാനി ഗ്രൂപ്പും സംയുക്തമായി സ്ഥാപിക്കുന്ന $10 ബില്യൺ അർദ്ധചാലക പ്ലാന്റിന് അംഗീകാരം നൽകി. പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയെങ്കിലും സർക്കാരിന്റെ 76,000 കോടി രൂപയുടെ ചിപ്പ് ഇൻസെന്റീവ് പദ്ധതിക്ക് കീഴിൽ സബ്സിഡികൾക്കായി കേന്ദ്രത്തിന് സമർപ്പിച്ച അപേക്ഷയ്ക്ക് ഇനിയും അംഗീകാരം ലഭിച്ചിട്ടില്ലെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കേന്ദ്രം അനുമതി നൽകുന്നതിന് മുമ്പ് സംസ്ഥാന തലത്തിൽ ഒരു അർദ്ധചാലക യൂണിറ്റ് ആദ്യമായി പ്രഖ്യാപിക്കുന്നത് ഇത് രണ്ടാമത്തെ സംഭവമാണ്. 2022 സെപ്റ്റംബറിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും IT മന്ത്രി അശ്വിനി വൈഷ്ണവും വേദാന്ത ഫോക്സ്കോണും സംസ്ഥാന സർക്കാരും തമ്മിൽ ഗാന്ധിനഗറിൽ ചിപ്പ് നിർമ്മാണ സൗകര്യത്തിനായി ഒരു ധാരണാപത്രം ഒപ്പുവെക്കുന്നതിൽ പങ്കെടുത്തു. എന്നിരുന്നാലും 2023 വേദാന്തയുമായുള്ള സംയുക്ത സംരംഭത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് ഫോക്സ്കോൺ പ്രഖ്യാപിച്ചതോടെ $19.5 ബില്യൺ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള ഇരു കമ്പനികളും തമ്മിലുള്ള പങ്കാളിത്തം പെട്ടെന്ന് നിലച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിവോ T3 അൾട്ര സെപ്റ്റംബർ 12 ഇന്ത്യയിൽ അവതരിപ്പിക്കും. ആകർഷകമായ വിലയും ഒട്ടേറെ സവിശേഷതകളുമായാണ് സ്മാർട്ട് ഫോൺ വിപണിയിലെത്തുന്നത്. ചൈനീസ് ടെക് ഭീമനായ വിവോ ഏറ്റവും പുതിയ മോഡലുമായി ഇന്ത്യയിലെത്തുന്നു. 8GB റാമും 128GB സ്റ്റോറേജുമുള്ള സ്മാർട്ട് ഫോണിന്റെ പ്രാരംഭ വില 30,999 രൂപയാണ്. 8GB റാമും 256GB സ്റ്റോറേജുമുള്ള ഫോണിന് 32,999 രൂപയും 12GB റാമും 256GB സ്റ്റോറേജുമുള്ള ഫോണിന് 34,999 രൂപയുമാണ് വിലയെന്നാണ് സൂചന. iQOO Z9 സമാനമായ ഡിസൈൻ ആയിരിക്കും വിവോ T3 അൾട്രയ്ക്കുമെന്നാണ് പ്രതീക്ഷ. 12GB വരെ റാമും 256GB വരെ ഇന്റേണൽ സ്റ്റോറേജും ഫോണിൽ സജ്ജീകരിച്ചേക്കാം. മീഡിയാടെക് ഡൈമെൻസിറ്റി 9200+ ചിപ്സെറ്റ് ആണ്. പച്ച നിറത്തിലാകും ഫോൺ വിപണിയിലെത്തുക. 6.77 ഇഞ്ച് കർവ്ഡ് സ്ക്രീനും 120 Hz റിഫ്രഷ് റേറ്റും 4500 നിറ്റ് സ്പീക്ക് ബ്രൈറ്റ്നസും പ്രത്യേകതയാണ്. പിൻ ക്യാമറ സജ്ജീകരണത്തിൽ 50 MB പ്രൈമറി സെൻസറും 8 MB സെക്കൻഡറി ലെൻസും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. സെൽഫികൾക്കായി 16 MB മുൻ ക്യാമറ ഉൾപ്പെടുത്തിയേക്കാം. മെച്ചപ്പെട്ട സുരക്ഷയ്ക്കായി ഡ്യുവൽ സ്പീക്കർ സിസ്റ്റവും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും ഈ സ്മാർട്ട് ഫോൺ വാഗ്ദാനം ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കാനുള്ള കവച് സുരക്ഷാ സംവിധാനം കേരളത്തിലും നടപ്പാക്കുന്നു. ഷൊർണൂർ എറണാകുളം സെക്ഷനിലാണ് പദ്ധതി ആദ്യം നടപ്പിലാക്കുക. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സംവിധാനമാണ് കവച്. ഇതിന് ലോക്കോ പൈലറ്റിന് മുന്നറിയിപ്പ് നൽകാനും അമിത വേഗത ഒഴിവാക്കാനും സഹായിക്കും. കൂടാതെ മൂടൽമഞ്ഞ് പോലുള്ള പ്രതികൂല കാലാവസ്ഥകളിൽ ട്രെയിനുകൾ പ്രവർത്തിപ്പിക്കാനും ഒരു നിശ്ചിത ദൂരത്തിനുള്ളിൽ അതേ ട്രാക്കിൽ മറ്റൊരു ട്രെയിൻ ഉണ്ടെങ്കിൽ ട്രെയിൻ യാന്ത്രികമായി നിർത്താനും കഴിയും. ട്രെയിൻ പ്രവർത്തനങ്ങളുടെ സുരക്ഷയും കാര്യക്ഷമതയും ഗണ്യമായി മെച്ചപ്പെടുത്തുകയാണ് കവചിന്റെ ലക്ഷ്യം. ലോക്കോ പൈലറ്റ് കൃത്യസമയത്ത് ബ്രേക്ക് ചവിട്ടിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായി ബ്രേക്കിട്ടാണ് കവച് ട്രെയിനിന്റെ വേഗത നിയന്ത്രിക്കുന്നത്. കവച് സുരക്ഷാ സംവിധാനം കേരളത്തിലും നടപ്പാക്കാനാണ് ഇപ്പോൾ റെയിൽവേ പദ്ധതിയിടുന്നത്. 106 കിലോമീറ്ററുള്ള ഷൊർണൂർ എറണാകുളം സെക്ഷനിലാണ് പദ്ധതി ആദ്യം നടപ്പിലാക്കുക. 67.77 കോടി ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. രാജ്യത്തെ 68,000 കിലോമീറ്റർ ട്രാക്ക് ശൃംഖലയിൽ 1465 കിലോമീറ്ററിൽ നിലവിൽ സംവിധാനമുണ്ട്. 3000 കിലോമീറ്റർ സ്ഥാപിക്കാനുള്ള ജോലി നടന്നുവരികയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
വിമാന ടിക്കറ്റ് ബുക്കിംഗിന് പുതിയ സാങ്കേതിക വിദ്യയുമായി എയർ ഇന്ത്യ. ബുക്കിംഗ് ലളിതമാക്കുന്ന പ്രക്രിയ രാജ്യത്ത് ആദ്യം. വിമാനങ്ങളുടെ ബുക്കിംഗ് ഉൾപ്പെടെ ലളിതമാക്കുന്ന സാങ്കേതിക വിദ്യയായ ന്യൂ ഡിസ്ട്രിബ്യൂഷൻ കേപ്പബിലിറ്റി അവതരിപ്പിക്കുന്ന ആദ്യ ഇന്ത്യൻ വിമാന കമ്പനിയായി എയർ ഇന്ത്യ. പുതിയ നീക്കത്തിലൂടെ വിമാനയാത്രക്കാർക്ക് 100% സുതാര്യത ഉറപ്പു നൽകാനും അവരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനും ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനും സഹായകമാകുമെന്ന് കമ്പനി അറിയിച്ചു. എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും യാത്രക്കാർക്ക് NCCയിലൂടെ അറിയാൻ കഴിയും. ഉപഭോക്താക്കൾക്ക് ലളിതവും സുതാര്യവുമായി ടിക്കറ്റ് ബുക്ക് ചെയ്യാനും സൗകര്യമാകും. ട്രാവൽ ഏജന്റുമാർക്ക് കൂടുതൽ വിവരങ്ങൾക്ക് NCD ഇന്ത്യയുടെ വെബ്സൈറ്റ് സന്ദർശിക്കാമെന്നും എയർ ഇന്ത്യ അറിയിച്ചു. കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ നിയന്ത്രണമില്ലാതെ ഓരോ വ്യക്തിക്കും അനുയോജ്യമായ രീതിയിലുള്ള സേവനങ്ങളും നൂതനമായ ഉൽപ്പന്നങ്ങളും അവതരിപ്പിക്കുവാൻ എയർലൈനുകളെ NCC സഹായിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.